ഉഫ്, ജീവിതത്തിൽ ഒന്ന് സെറ്റിലാവണം. പലരും പറയുന്നത് കേട്ടില്ലേ, ചിലര് സെറ്റിലാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിദേശത്തുള്ള ജോലിയൊക്കെ മാറ്റി വീട്ടിൽ വന്ന് ഒരു നല്ലൊരു വീടൊക്കെ, നാട്ടിൽ വന്നൊരു വീടൊക്കെ വെച്ച് സെറ്റിലാകുക എന്ന് പറയും. മറ്റു ചിലർ പറയുന്നത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സെറ്റിലാകുക എന്ന് പറയും. മറ്റു ചിലർക്ക് ജോലിയാണ് ജീവിതാഭിലാഷം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സെറ്റിലാവുമോ? പലപ്പോഴും ഇതെല്ലാം ഉള്ളവരോട് ചോദിച്ചു നോക്കി അവർക്കും തൃപ്തിക്കുറവ് ഉണ്ടായി എന്ന് വരാം. എന്താണ് നമ്മുടെ ജീവിതത്തിൽ സെറ്റിലാകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെറ്റിലാവാനായിട്ട് നമുക്ക് എന്തെല്ലാം വേണം? നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏതൊരു അന്തരീക്ഷത്തെ നമ്മുടെ ലൈഫിൽ സെറ്റായി എന്ന് പറയാൻ സാധിക്കും. അതിന് വേണ്ടത് എന്താണെന്ന് അറിയാം. ഒന്നാമത് ജീവിത അനുഭവങ്ങളാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം നടന്നുകൊണ്ടിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നേരെ വരുന്ന മോശം കാര്യങ്ങളെ തിരിച്ചറിയുക? ഒരേപോലെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും പറ്റിക്കലും തട്ടിപ്പും എല്ലാം ചേർന്നിട്ടുള്ള ജീവിത അനുഭവങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ താരതമ്യപ്പെടുത്തരുത്. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരോ നമുക്കറിയാവുന്ന ആൾക്കാരോ ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ അവർ കരുപിടിപ്പിക്കുന്നത് വേറെ രീതിക്കായിരിക്കും, അവരുടെ സമ്പാദ്യം വേറെ രീതിക്കായിരിക്കും. നമ്മൾ പലപ്പോഴും അതെല്ലാം കണ്ട് അസൂയപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതം സമാധാനമായിട്ട് സെറ്റിലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന അർപ്പണബോധമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സും ശരീരവും അർപ്പിച്ച് ചെയ്യാൻ നോക്കിയേ, അത് നിങ്ങളെ ജീവിതത്തിനെ ഹാപ്പിയാക്കി സെറ്റിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും മറ്റുള്ളവർക്ക് ചെറിയ തോതിലെങ്കിലും ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യരുത്. പലപ്പോഴും ജീവിതത്തിൽ വെൽ സെറ്റിൽ ആയവരുടെ അടുത്ത പരിപാടി എന്തെന്ന് പറഞ്ഞാൽ ആരും തൻ്റെ ഒപ്പം വളർന്നു വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും സ്വയം ജീവിതത്തിൽ നിങ്ങൾ വലുതാകുകയല്ല ചെയ്യുന്നത്, സ്വയം ചെറുതായി പോവുകയാണ് ചെയ്യുന്നത്. സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവർ ഇത് ചെയ്യാതിരിക്കുക. അഞ്ചാമത്തതും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം നമ്മുടെ സ്വന്തം ആരോഗ്യമാണ്. സ്വന്തമായി ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് എത്ര പണം ഉണ്ടായിട്ടോ, എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ, എത്ര വലിയ ജോലി ഉണ്ടായിട്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. നമുക്ക് ചുറ്റും അങ്ങനെ ആരോഗ്യമില്ലാതെ ആവശ്യം പോലെ കാശുമായിട്ട് ജീവിക്കുന്ന എത്ര പേരെ നമുക്കറിയാൻ സാധിക്കും? അവർ ജീവിതത്തിൽ ഹാപ്പി ആവുമോ? ഇല്ല. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവന്ന് ലൈഫ് ഹാപ്പിയായി സെറ്റിൽ ആകാൻ സാധിക്കും. ജീവിതം സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ അറിവിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തോളൂ.